Okay, question എന്ന് പറയുന്നത് synchronous motor when used for power factor improvement should be. Okay, power factor improvement വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന power factor correction device എന്ന് പറയുന്നത് over excited synchronous motor can be used as a synchronous condenser in order to improve the power factor. Therefore, power factor improvement use ചെയ്യുമ്പോൾ synchronous motor should be over excited ആയിരിക്കണം. That is option B. Next, to increase the ampere rating, the cells are to be connected in ampere rating കൂട്ടണമെങ്കിൽ cells it should be connected in parallel. Option B. Next, the capacity of a cell is measured in. Capacity എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുന്നത് ആംപിയർ അവറിലാണ്, AH റേറ്റിംഗിലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ആംപിയർ അവേഴ്സ്. നെക്സ്റ്റ്, ദ മെറ്റൽ യൂസ്ഡ് ഫോർ ദി കൺട്രോൾ സ്പ്രിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ്. കൺട്രോൾ സ്പ്രിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? ഇറ്റ് ഈസ് ഫോസ്ഫർ ബ്രോൺസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഡൈനാമോമീറ്റർ ടൈപ്പ് മീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ only AC, only DC, both AC and DC, pulsating AC only. Dynamometer type can be used for both AC and DC supplies. That is option C, both AC and DC. Megar is used to measure നമുക്കറിയാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മെഗർ. എർത്ത് മെഗർ എന്നാണ് എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എർത്ത് മെഗർ. Therefore, megers is used to measure insulation resistance. Option B. Next, which one of the instrument has same calibration for AC and DC? Moving iron, moving coil, hot wire, dynamometer type. എസിയിലും ഡി സിയിലും ഒരേ കാലിബ്രേഷൻ ഉള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആ ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല, ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് നോട്ട് ചെയ്തോണം. An instrument which has both same calibration for both AC and DC supplies electro dynamometer type instruments are. Next, what type of motor is used in a food mixer? Mixing അത് ഉപയോഗിക്കുന്ന മോട്ടറാണ്. ദാറ്റ് ഈസ് AC സീരീസ് മോട്ടർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ മോട്ടറാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ലൂമൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Which of the following is most efficient as a light source? Tungsten filament, black body, carbon filament, none of this. Black body എന്തായാലും ഒരു സോഴ്സ് ലൈറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത്. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്ന ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ ഗ്യാസ് ഇൻസൈഡ് ദ ഇന്നർ ഡിസ്ചാർജ് ട്യൂബ് ഓഫ് എ സോഡിയം വേപ്പർ ലാമ്പ്. സോഡിയം വേപ്പർ ലാമ്പിന് ഇന്നർ ഡിസ്ചാർജ് ട്യൂബിൻ്റെ അകത്തുള്ള ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ഗ്യാസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഹൗ മെനി ലൈറ്റ് പോയിൻറ്റ്സ് ആർ അലൗഡ് ഇൻ വൺ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ എത്ര ലൈറ്റ് പോയിൻറ്റ്സ്? ഒരു സർക്യൂട്ടിൽ മാക്സിമം 10 ലൈറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ 800 വാട്ട്സ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 800 വാട്ട്സ്. നെക്സ്റ്റ്, ദ ഹോൾസ് ഓൺ ദി അലൂമിനിയം ഡിസ്ക് ഓഫ് ആൻ എനർജി മീറ്റർ ഹെൽപ്സ് ടു. അലൂമിനിയം ഡിസ്ക്, ഒരു ഡിസ്ക് ടൈപ്പ് എനർജി മീറ്ററിൽ നമ്മൾ ഡിസ്കിൽ ഹോൾസ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രീപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ക്രീപ്പിംഗ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഫ്യൂസ് റേറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഫ്യൂസിൻ്റെ റേറ്റിംഗ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇൻ ആംപിയേഴ്സ് ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ്, കറണ്ട്, KVA ഓർ VR. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ആംപിയേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, കറണ്ട് എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ്, ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസ് വിൽ ബി. ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസ് എന്ന് പറയുന്നത് 1.1 ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇൻ ദിസ് വയറിംഗ് 2 lamps ഷുഡ് ബി ഓൺ അറ്റ് എ ടൈം. ഒരേ സമയം 2 ലാമ്പ് ഓൺ ആവണം. അത് ഈ കൂട്ടത്തിൽ ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ്? ഗോഡൗൺ വയറിംഗ്, ടണൽ വയറിംഗ്, കോറിഡോർ വയറിംഗ്, ഹോസ്റ്റൽ വയറിംഗ്. ഒരേ സമയം 2 ലാമ്പ്സ് ഓൺ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ടണലിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ടണൽ വയറിംഗ്. നെക്സ്റ്റ്, ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി ആർമേച്ചർ ഓഫ് എ DC generator ഈസ് ബേസിക്കലി. ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദി ആർമേച്ചർ ഓഫ് എ DC generator. DC ജനറേറ്ററിൽ ആദ്യം ആർമേച്ചറിൽ ഇൻഡ്യൂസ് ആവുന്ന എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് ആണ്. പിന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കമ്മ്യൂട്ടേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളതിനെ എന്തുവാക്കി മാറ്റുന്നത്? DC ആക്കി മാറ്റുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾവേസ് ഓൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നെക്സ്റ്റ്, Fleming's right hand rule is used to identify direction of flux, direction of rotation in generator, direction of current in a motor, direction of induced EMF. Fleming's right hand rule is related with the generator. It is used to determine the direction of induced EMF. That is option D. Next, insulating material used in between commutator segments is mica. That is option C. Next, lap winding is made in a machine for higher current, high voltage, low current,
high voltage, low current, high current, low voltage. Lap winding, ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റണം, കൂടുതൽ കറണ്ടിനെ കേപ്പബിലിറ്റി കാണിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഹൈ കറണ്ട്, ലോ വോൾട്ടേജ്. നെക്സ്റ്റ്, ബാക്ക് EMF ഓഫ് എ DC മോട്ടർ EB ഈക്വൽ നമുക്കറിയാം 5Zn/60 × P/A. അത് ഇറ്റ് എപ്പോഴും ഇതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ഓൾവേസ് ഒപ്പോസ് ദി സപ്ലൈ വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഒപ്പോസസ് ദി സപ്ലൈ EMF, ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ എന്തായിരിക്കും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് മെഗറാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇറ്റ് വിൽ ഓൾവേസ് ബി ഇൻ മെഗാ ഓംസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ബൈ സെറ്റിംഗ് ദി ബ്രഷ് പൊസിഷൻ എക്സാക്ട്ലി അറ്റ് ദി മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വി ഗെറ്റ്, ദാറ്റ് ഈസ് എപ്പോഴും ബ്രഷ് പൊസിഷൻ MNAയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ട്, മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF കിട്ടും, സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ കിട്ടും, ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും, ഇതെല്ലാം കിട്ടും അല്ലേ. therefore ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി above. നെക്സ്റ്റ്, the magnetic field produced in the stator of a 3-phase induction motor travels at, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കറങ്ങുന്ന സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എന്ത് പറയുന്നത്, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുക, NS എന്ന് പറയാം അല്ലേ. NS ഈസ് ഈക്വൽ ടു 120 f/p എന്ന് പറയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, സിങ്ക്രണസ് സ്പീഡ്. നെക്സ്റ്റ്, the purpose of a backup fuse is provided to protection against, the purpose of a backup fuse is to provide protection against overload, underload, high voltage, short circuit. ഫ്യൂസ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ.